നിരന്തരം സ്കൂൾ ക്ലാസ്സുകളിൽ പരാജയപ്പെട്ട ഒരു കുട്ടി പരീക്ഷകളിലും മറ്റു ടെസ്റ്റുകളിലുമെല്ലാം കുട്ടി പരാജയപ്പെടുന്നു. സ്കൂളിന് തന്നെ ഈ കുട്ടി ഭാരമാകുമെന്ന വിലയിരുത്തലാണ്. അങ്ങനെയാണ് ഒരു ദിവസം ഈ കുട്ടിയുടെ കയ്യിൽ അമ്മക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ലെറ്റർ അവിടുന്ന് പ്രധാന അധ്യാപകൻ നൽകുന്നത്. ആ ലെറ്ററുമായി ഇതെന്താണെന്ന് വായിക്കാൻ അറിയാത്ത ഈ കുട്ടി അമ്മയുടെ അടുക്കലേക്ക് എത്തുന്നു. അമ്മയോട് പറയുന്നു, ഇന്ന് എനിക്ക് തന്ന ഗിഫ്റ്റാണിത്. അമ്മ അത് തുറന്നു നോക്കി. അതിലുണ്ടായിരുന്നത്, നിങ്ങളെ കുട്ടിക്ക് ബുദ്ധിയില്ല, ഇനി ഇവിടെ പഠിപ്പിക്കാൻ കഴിയില്ല, ഇങ്ങോട്ട് പറഞ്ഞു വിടരുത് എന്നായിരുന്നു. പക്ഷേ അമ്മ ആ സമയത്ത് ഈ കുട്ടിയുടെ ഭാവി നോക്കി കണ്ടു. അമ്മ കുട്ടിയോട് പറഞ്ഞു, മോനെ, ഈ കത്തിലുള്ളത് നീ നല്ല മിടുക്കനാണ്, നീ ഇനി സ്കൂളിൽ പോകേണ്ടതില്ല, വീട്ടിൽ നിന്ന് പഠിച്ചാൽ തന്നെ മിടുക്കനാകുമെന്നാണ്. ഈ കുട്ടിയുടെ സ്വപ്നങ്ങൾക്ക് അവിടെ ചിറകു വിരിഞ്ഞു. കുട്ടിയെ വീട്ടിൽ വെച്ച് അമ്മ പഠിപ്പിക്കാൻ തുടങ്ങി. അക്ഷരങ്ങൾ പഠിപ്പിച്ചു, കുട്ടി വായന പഠിപ്പിച്ചു. അങ്ങനെ കുട്ടിയുടെ ഓരോ സ്വപ്നങ്ങളും വിശാലമായി വന്നു. അങ്ങനെയാണ് ആ പരാജയങ്ങൾ മാത്രം ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ആ കുട്ടി തോമസ് ആൽവ എഡിസൺ എന്ന ലോകം അറിയപ്പെട്ട ശാസ്ത്രജ്ഞനായി മാറിയത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി ബൾബുണ്ടല്ലോ, അത് കണ്ടെത്തിയത് ആ മോനാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടും ഓരോ പരാജയങ്ങളും വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് അവരെ ചേർത്തു പിടിച്ച് വളർത്താനൊരുങ്ങിയ ഒരു മാതാവ് ഓരോ രക്ഷിതാവിനും മാതൃകയാണ്. നമ്മുടെ മക്കളെ നമുക്ക് ചേർത്ത് പിടിക്കാം.